ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താൽ ചെകുത്താനല്ലാതെ വേറെ ആരെ ആശ്രയിക്കും? ഈ വാക്കുകൾ ജിതിൻ രാംദാസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. എമ്പുരാന്റെ ട്രെയിലർ ഡീകോഡ് ചെയ്യുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ. ട്രെയിലർ നൽകുന്ന സൂചനകൾ ഓരോന്നായി എടുത്ത് ചർച്ച ചെയ്യുന്ന തിരക്കിലാണ് സിനിമാ പ്രേമികൾ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താൽ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കും എന്നൊരു വാചകമുണ്ട് എമ്പുരാന്റെ ട്രെയിലറിൽ. എമ്പുരാനിലെ വില്ലൻ എന്ന സൂചനയല്ലേ ട്രെയിലർ തരുന്നത് എന്നാണ് ആരാധകരുടെ സംശയം. കാരണം ലൂസിഫറിലെ ആശ്രമത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് സ്റ്റീഫൻ പറഞ്ഞു കൊടുക്കുന്ന കഥയിലെ ദൈവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പി രാംദാസും ദൈവപുത്രനായി വിശേഷിപ്പിക്കപ്പെടുന്നത് ടൊവിനോ തോമസിനെയുമാണ്. അതിനാൽ തന്നെ എമ്പുരാനിലെ ട്രെയിലറിലെ ദൈവപുത്രൻ എന്ന പ്രയോഗം വിരൽ ചൂണ്ടുന്നത് ടൊവിനോയിലേക്കല്ലേ എന്നാണ് ആരാധകരുടെ സംശയം. ലൂസിഫറിൽ ജിതിൻ രാംദാസായി എത്തി കയ്യടി നേടിയ നടനാണ് ടൊവിനോ തോമസ്. രാംദാസിന്റെ രാഷ്ട്രീയ സിംഹാസനത്തിന് പിൻഗാമിയായി വന്നെത്തിയ ജിതിൻ സ്റ്റീഫന്റെ വിശ്വസ്തൻ കൂടിയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അച്ഛനാര് എന്ന കാര്യത്തിൽ വർമ്മസാറിന് സംശയമുണ്ടെങ്കിലും എൻ്റെ ചേട്ടനാണ് സ്റ്റീഫൻ എന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ലെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ സ്റ്റീഫന്റെ പ്രിയപ്പെട്ട അനിയൻ. എന്നാൽ എമ്പുരാനിലേക്ക് എത്തുന്നതോടെ ഈ സഹോദര ബന്ധത്തിനിടയിൽ വിള്ളൽ വീണു കഴിഞ്ഞു എന്നാണ് അറിയേണ്ടത്. ചെറിയ പ്രായത്തിൽ തന്നെ തന്നിലേക്ക് എത്തിയ അധികാര കസേര ജിതിനെ മാറ്റിമറിച്ചോ എന്നുള്ള സംശയവും ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട്. എമ്പുരാൻ ട്രെയിലറിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിലും വിലയുണ്ടെന്ന് താൻ കരുതുന്നില്ല. ഇത് ടൊവിനോയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്നാണ് ആരാധകർ സംശയിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഐമാക്സ് റിലീസ് ചെയ്യുന്ന ചിത്രമാവുകയാണ് എമ്പുരാൻ. ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളടക്കം വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ഏതാണ്ട് 3 മണിക്കൂറാണ് എമ്പുരാന്റെ ദൈർഘ്യം എന്നാണ് റിപ്പോർട്ട്. കൃത്യമായി പറഞ്ഞാൽ 2 മണിക്കൂർ 59 മിനിറ്റ്.